ഇട്ടേക്ക് ഫസ്റ്റ് ഇയേഴ്സ് ആവും. ചുമ്മാ കുട്ടികളെ പേടിപ്പിക്കല്ലേ. ഇറ്റ്സ് ഓക്കെ ഗേൾസ്. അല്ല, തന്റെ പേരെന്താ? അതെന്തിനാ ചേട്ടൻ അറിയുന്നേ? എടാ ആരു ഒന്ന് ചുമ്മാതിരിക്കെ, തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ. പിന്നെ അവരെ പേരല്ലേ ചോദിച്ചുള്ളൂ. ചേട്ടാ, എന്റെ പേര് കിയാര, ഇത് ആരോഹി. നൈസ് നെയിം ആരോഹി. വീണ്ടും കാണണം. എടാ കായ്, വിട്ടേക്ക്, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. വരൂ. എടാ വാടാ പോവാം. എടി സ്മാർട്ടാവാം, ഓവർ സ്മാർട്ട് ആവരുത് ട്ടാ. ദേ അപ്പോഴേക്കും അവൻ ഡാ വിട്ടേക്കടാ, വാടാ പോവാം. അതും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയി. ആ പിന്നെ ഇവർ ആരൊക്കെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതെ, കോളേജ് മാനേജ്മെന്റിന്റെ മക്കളാണ്. മുംബൈയിൽ നിന്നാണ്. അവിടെ കോളേജിൽ ഒരു പ്രശ്നമുണ്ടാക്കി പുറത്താക്കി. പിന്നെ അവരുടെ പാരന്റ്സ് വേറെ ഒന്നും നോക്കിയില്ല, അവരുടെ കോളേജിലേക്ക് എന്നെ കെട്ടിച്ചു. ഇവർ 5 പേരാണ്. ആദ്യത്തെ ആൾ കായ്, അവനാണ് ഗ്രൂപ്പിന്റെ തലവൻ. പിന്നെ കെവിൻ, രാഹുൽ, അലൻ ആൻഡ് സുഹോ. ബാക്കി നമുക്ക് കഥയിലൂടെ അറിയാം. എന്താടാ സുഹോ, നിനക്കൊരു മാറ്റം? എന്താടാ ഒരു സോഫ്റ്റ് കോർണർ പോലെ? അതിലേതാ നിന്റെ മനസ്സിൽ കയറി പറ്റിയത്? ആ സുന്ദരിയോ അതോ അതിന്റെ കൂടെ നടക്കുന്ന ആ തലതെറിച്ചവളെയോ? അങ്ങനെയൊന്നുമില്ല കായ്, നിനക്ക് തോന്നുന്ന. ഞാൻ വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി പറഞ്ഞതാ, ചുമ്മാ. മോനെ സുഹോ, ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട. കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും ഒന്നും അറിയില്ലെന്ന് വിചാരിക്കണ്ട. ഫസ്റ്റ് ഇയേഴ്സാ, എന്നിട്ട് അവന്മാരുടെ അഴിഞ്ഞാട്ടം ഒതുക്കി കൊടുക്കുന്നുണ്ട്. വന്നതുമേ നമ്മളെ തന്നെ എതിർക്കാൻ കാണിച്ച മറ്റവൾ, അവൾ ഒരു 1.5 മുതൽ തന്നെ ഒരു പട്ടാസ്. എന്താ അവളുടെ പേര്? ആരോഹി. ആരോഹി. അവൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റവൾ, അവളെ എനിക്ക് അങ്ങ് ചോദിച്ചു. ഇനി അവൾ ഈ കായ്ക്ക് സ്വന്തം. ഇനി എന്താണോ അവന്മാര് ചെയ്യാൻ പോകുന്നത്? എടി വിട്ടേക്ക്, അവന്മാര് സീനിയേഴ്സ് അല്ലേ, അതിന്റെ ഒരു ജാട കാണിക്കുക. എന്താ അവന്റെ പേര്? പൂവോ മരമോ അങ്ങനെ എന്തോ ആണ്. അത് പൂവും മരവും ഒന്നുമല്ല, അവനാണ് കായ്. ഈ കോളേജ് മാനേജ്മെന്റിന്റെ മോന. അതിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു ഫ്രോഡ്. കോളേജിലെ എല്ലാവർക്കും അവനെയും അവന്റെ ഫ്രണ്ട്സിനെയും പേടിയാ. കാരണം അവർ അത്രയും മോശപ്പെട്ടവരാണ്. ഇവർ ബോംബെക്കാരാണ്. ഡിഗ്രി മുതൽ ഇവിടെ തന്നെയാ പഠിച്ചേ. അവരെല്ലാരും ബോംബെക്കാരാണോ? അവർ ബോംബെയിലെ ഒരു കോടീശ്വരന്റെ മോന. അവരെല്ലാവരും അത്യാവശ്യം ക്യാഷ് ടീമാണ്. പിന്നെ അവിടുത്തെ കോളേജിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നു ചേർത്തതത്രേ. പിന്നെ അവരുടെ കോളേജ് ആയതുകൊണ്ട് ഇവിടെ ആരും ഒന്നും ചോദിക്കാനും പറയാനും വരില്ലല്ലോ. ഒരു ധൈര്യമുണ്ട്. അവരെത്ര കോടീശ്വരന്റെ മക്കളാണെങ്കിലും എന്താ ഒരാൾ സോറി പറയുമ്പോൾ അതിന് മാനിക്കണ്ടേ? പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയാലോ? ആരു, നീ ചുമ്മാ ഒരു പ്രശ്നത്തിന് പോവല്ലേ. നിന്റെ ദേഷ്യം നീ കൺട്രോൾ ചെയ്. ഇതിപ്പോ എനിക്കായത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ റേസ് ആവുന്നതെന്ന് എനിക്ക് അറിയാം. പക്ഷെ വേണ്ടടാ, വിട്ടേക്ക്. എന്നെ ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ കിയാര, നിന്നെ ആര് പറഞ്ഞാലും ഞാൻ സഹിക്കില്ല. ഒന്നാമത് കുറച്ച് കാലത്തിന് ശേഷമാണ് നിന്നെ ഒന്ന് കാണുന്നത്. അതിന്റെ ഇടയിൽ എനിക്കുണ്ടായ നഷ്ടം അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവരെ കണ്ടാ പറ്റില്ല. എന്റെ ഭൂതകാല ഓർമ്മകൾ എന്നെ വേട്ടയാണ്. ഇനി ആകെ എനിക്കെന്ന് പറയാനുള്ളത് നീയാണ്. എന്നെ കൂടെ നഷ്ടമാകാൻ എനിക്ക് പറ്റില്ല. ആരും നീ ഇങ്ങനെ ഇമോഷണൽ ആവില്ലേ? ഇപ്പൊ നമ്മൾ ഒരുമിച്ചില്ലേ, നമുക്കൊന്നും സംഭവിക്കില്ല. നീ പിന്നെ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചില്ലടാ. അത് വിട്ടേക്ക്. അല്ല, ഇതെന്താ ഇവിടെ നടക്കുന്നത്? അത് വിട്ടേക്ക് വാ. അല്ല മമിത, നിനക്ക് എങ്ങനെ ഇവരെ കുറിച്ച് ഇത്രയും അറിയണേ? നിനക്ക് നേരത്തെ പരിചയമുണ്ടോ ഇവരെ? ഓ, പരിചയപ്പെടാൻ പറ്റിയ മുതലുകളാണല്ലോ. ചെന്ന് കേറി കൊടുത്താലും മതി. പോടാ, എനിക്കൊന്നും ഇവരെയൊന്നും പരിചയമില്ല. പക്ഷേ ഞാൻ സീനിയേഴ്സ് പറയുന്നത് കേട്ടതാ. അപ്പൊ അവരോട് ഞാൻ നേരിട്ട് പോയി ചോദിച്ചു.
ചോദിച്ചു ഇവരെ കുറിച്ച്. അങ്ങനെ മനസ്സിലാക്കിയതാ. ഓ, അപ്പൊ നീയാണല്ലേ ആ മാടമ്പള്ളിയിലെ ചിത്രമൊക്കെ ഒറ്റി കൊടുത്ത യൂദാസ്. ഉള്ള കാര്യം മുഴുവൻ ചോർത്തിക്കൊണ്ട് വന്നിരിക്കുക അവള്, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഒന്ന് പോടാപ്പാ, വായും പൊളിച്ച് കേട്ടിരുന്നതും പോരാണ്ട് ഇപ്പൊ എന്നെയായ കുറ്റം. അതങ്ങനെയല്ലല്ലോ, മാടമ്പള്ളിയിലെ ചിത്രരോഗി ഒറ്റിക്കൊടുത്ത യൂദാസ. ഇതെന്ത് കോമ്പിനേഷനാടാ. അത് വലിയ കേക്കണ്ട, നിന്നെ അടുത്ത് പഞ്ഞിക്കിടൂട്ടാ. അത് വിട്. അല്ല, നിങ്ങളുടെ ഹോസ്റ്റൽ എങ്ങനെ? എന്താ അവിടെ എല്ലാം ഓക്കെ ആണോ? അയ്യോ, അവിടുത്തെ ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്താടി, സീനാണോ? സീനാണെന്നോ? ഹോസ്റ്റൽ ഫുഡ് വായിൽ വെക്കാൻ കൊള്ളില്ല. അമ്മയുടെ ഫുഡ് മിസ് ചെയ്യുന്നടാ. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്ന്. ഞാനൊന്ന് അമ്മയെ വിളിക്കട്ടെ. ഷവർ റൂമിൽ 1 മണിക്കൂർ കാത്തു നിൽക്കണം, എന്നാലും വൃത്തിയുമില്ല. അതിന് നീ കുളിക്കോ? അതൊരു പുതിയ അറിവാണല്ലോ. പോടാ പട്ടിക്കുട്ടി മനോജ്. നല്ല കാര്യണ്ടാ, കിട്ടിയില്ലേ? ചോദിച്ചു മേടിച്ച്. പൈപ്പ് തുറന്നാൽ വെറും കാറ്റ് മാത്രം. അതൊക്കെ പിന്നെയും സഹിക്കാം. ആ കുരുത്തം കെട്ട സീനിയേഴ്സിന്റെ ശല്യം. ഒരുത്തിക്ക് ഞാൻ അവളുടെ ഡ്രസ്സ് കഴുകി കൊടുക്കണം പോലും എന്റെ പട്ടി ചെയ്യും. അപ്പോ ഇന്ന് രാവിലെ ഞാൻ കണ്ടത് നിന്റെ പട്ടി അലക്കി കൊടുക്കുന്നതായിരിക്കില്ലേ? നീ അത് കണ്ട? അത് പിന്നെ ആ നാരുകൾ വിടണ്ടേ? ചുറ്റും കൂടി നിന്ന് പേടിപ്പിക്കല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നേ? വേറെ എവിടെയെങ്കിലും പെയിൻ ഗസ്റ്റായി നിന്നൂടെ? വല്ല വില്ലയും കിട്ടൂലോ. അത് ശരിയാ, ഇവിടെ സ്റ്റുഡൻസിനൊക്കെ കുറെ വില്ലകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, അപ്പൊ മാറുന്നതല്ലേ നല്ലത്. എടാ കുട്ടി, അല്ല യോജുനെ, നമ്മുടെ തൊട്ടടുത്തൊരു വില്ല കൊടുക്കാനില്ലേ? അത് ഇവർക്ക് സെറ്റായിരിക്കില്ലേ? അത് ശരിയാണ്, ഞാനത് മറന്നു. അത് ഇവർക്ക് കറക്റ്റ് ആയിരിക്കും, സെറ്റാണ്. അതിന് ഞാനല്ലേ കുട്ടി മനോജ്, നീ എന്തിനാണ് ഉത്തരം പറയണത്? ഓ, തുടങ്ങി അവന്മാരുടെ ചളി. അപ്പൊ ഗൈസ്, നമുക്ക് വില്ലയിലേക്ക് മാറാല്ലേ? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. കിയാര ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. ആരുനെ കണ്ട ദിവസം തന്നെ അവൾ അവളുടെ പാരന്റ്സിനെ വിളിച്ച് ആരുടെ എല്ലാ പ്രശ്നവും അവരോട് പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്രവർമ്മയും നീതാവർമ്മയും നേരിട്ട് ആരോഹിയുടെ ഓർഫനേജിൽ പോയി അവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം മുഴുവൻ അവർ ഏറ്റെടുത്തു. പക്ഷേ ആരോഹി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഓർഫനേജിലുള്ളവർ പറഞ്ഞതുമില്ല. പക്ഷേ എല്ലാ ദിവസവും അവർ അവളെ വിളിച്ച് അന്വേഷിക്കുന്നതിനാൽ അവൾക്കൊട്ടും സംശയം തോന്നിയതുമില്ല. അങ്ങനെ അവർ വില്ലയിലേക്ക് മാറുന്ന തിരക്കിലാണ്. അവരെ സഹായിക്കാൻ കൂടെ ചെന്നൈ മല്ലൂസുമുണ്ട്. അങ്ങനെ അവർ വില്ലയിൽ സെറ്റായി അടിച്ചു പൊളിക്കുന്നു. നമ്മുടെ കിയാരയാണെങ്കിൽ വന്ന ദിവസം തന്നെ കോളിംഗ് ബെല്ല് ട്യൂണ് വരെ ബീറ്റേഴ്സിന്റേതാക്കി മാറ്റി. ദേ കണ്ടില്ലേ? അങ്ങനെ അവരോരോരുത്തരും അവരുടേതായ ജോലിയിലാണ്. ചിലർ ഫോണ് തോണ്ടുന്നു, ചിലർ കിച്ചൺ, ചിലർ ഉറക്കം, അങ്ങനെയൊക്കെ. പെട്ടെന്നാണ് ഒരു അലർച്ച. ഗ്രീഷ്മ പെട്ടെന്ന് ഉറുമ്പ് കടിച്ചതുപോലെ തുള്ളിച്ചാടുന്നു. എല്ലാവരും പാനിക്കായി ഓടി വന്നു കാര്യം അന്വേഷിക്കുകയാണ്. നീ ആദ്യം തുള്ളിച്ചാടണം നിർത്തിയിട്ട് കാര്യം പറ ഗ്രീഷു. ആര് വരുന്നു നീ പറയണേ? എടി ബിടിഎസ് ഇന്ത്യയിൽ വരുന്നു. അയ്യോ വാട്ട്? ദേ ഗ്രീഷു, രാവിലെ തന്നെ പ്രാങ്ക് ചെയ്യാൻ ഇറങ്ങിയാണ്ടല്ലോ, ചുമ്മാ മനുഷ്യനെ കുതിപ്പിക്കാനായിട്ട്. എടി മണ്ടി, ഞാൻ പറയുന്നതല്ലേ നിങ്ങൾ വിശ്വസിക്കാത്തത്? ആ ഫോൺ എടുത്തൊന്ന് നോക്ക്, ഫ്ലാഷ് ന്യൂസാ. മാത്രമല്ല അവർ ഇന്ന് വൈകുന്നേരം മുംബൈ എയർപോർട്ടിൽ എത്തുമെന്ന്. അയ്യോ എനിക്ക് വയ്യ. എല്ലാവരും ഫോൺ എടുത്ത് നോക്കുന്നു. പക്ഷേ നമ്മുടെ ആരോഹി മാത്രം ഇവരുടെ കോപ്രായങ്ങളെല്ലാം കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ കിളിപാറി നിൽക്കുകയാണ്. കിയാര ആണേലോ കണ്ട ന്യൂസ് വിശ്വസിക്കാനാവാതെ ഷോക്കിലും. Oh my God.
അപ്പോൾ അവർ ഇപ്പോൾ ഫ്ലൈറ്റിലായിരിക്കുമല്ലേ? അയ്യോ, എന്താ പറയാ, എങ്ങനെയെങ്കിലും ഒരു നമുക്ക് അവരെ കാണണം. അത് ഏത് റിസ്ക് എടുത്തിട്ടാണേലും വേണ്ടില്ല. ഇനി എന്നാ അവർ ഇന്ത്യയിലോട്ടൊക്കെ ഇതുപോലെ വരികയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അവരെ ഒന്ന് കണ്ടാ മതി. നമുക്ക് ശ്രമിക്കാല്ലേ ഗൈസ്? നിങ്ങൾ റെഡിയല്ലേ? നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. BTSോ? അത് ഏതോ ഒരു ബാൻഡ് അല്ലേ? അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താന്നാ? നിനക്ക് BTS എന്താണെന്ന് അറിയില്ലേ? ആരും, നീ എന്താ പറയുന്നത്? ഇത്രയും ഫേമസ് ആയിട്ടുള്ള ബോയ് ബാൻഡിനെ അറിയില്ലെന്നോ? ഓ, എനിക്കൊന്നും അറിയില്ല. എങ്ങനെയെങ്കിലൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തത്രപ്പാടിലിരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഇവരെ കുറിച്ചൊക്കെ അറിയണേ. ജസ്റ്റ് BTS ഒരു ബാൻഡാണെന്നറിയാം, അല്ലാതെ അവരെ കുറിച്ച് വേറൊന്നും എനിക്കറിയില്ല. അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ആരും സെഡ് ആവല്ലേ, ഇത് സന്തോഷിക്കേണ്ട സമയ. അതൊക്കെ വിട്, അറിഞ്ഞിട്ട് കാര്യമില്ലെന്നോ? എന്താ നീ പറയുന്നേ എന്റെ ആരൂസേ? അവരെ കുറിച്ച് നീ അറിഞ്ഞാൽ പിന്നെ നിന്റെ എല്ലാ വിഷമങ്ങളും പറന്നു പോകും. അത്രയും മാജിക് പവേഴ്സ് ഉണ്ട് അവർക്ക്. കിയാര, ഞാൻ ആദ്യമായിട്ടാണ് നീ ഒരാളെ കുറിച്ച് ഇത്രയും വാചാലിയായി പറയുന്നത് കേൾക്കുന്നത്. നിനക്ക് അവൻ അത്രയും പ്രിയപ്പെട്ടവരാണോ? അത് നീ ഇങ്ങനെ ഒരിക്കലും എക്സൈറ്റഡ് ആവില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷമായിട്ട് നിന്നെ കാണുന്നത്. എനിക്ക് തോന്നുന്നു അവർക്ക് ശരിക്കും മാജിക് പവർ ഉണ്ടെന്ന്. അല്ലേലും ചിലരെ സന്തോഷിപ്പിക്കാൻ ചില മാജിക് പവേഴ്സ് ഉള്ളവരൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ എന്റെ കീരിക്കുട്ടി അവരുടെ ബുക്സും പെന്നും പിന്നെന്താ റൂമും മൊത്തം അവരുടെ ഫോട്ടോസും കൊണ്ട് നടക്കുന്നത്. അപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റിയില്ല. വേണ്ടപ്പെട്ടവരാണെന്നോ? അങ്ങനെ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാര്യം അവർ എന്റെ ജീവിതവും ജീവനുമാണ്. നിനക്ക് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാല് മനസ്സിലാവില്ല. അതിന് ആദ്യം മുതൽ നീ അറിയണം അവർ ആരാണെന്നും എത്ര പേരാണെന്നും എങ്ങനെ അവർ ഒന്നിച്ചെന്നും ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നു എന്നും. വാ, നിനക്ക് ഞാൻ അവരെ കുറിച്ച് വിശദമായി പറഞ്ഞു തരാം. അങ്ങനെ കിയാര ആരോഗ്യം കൊണ്ട് BTSനെ കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. കിയാരയാണെങ്കിൽ വളരെ സന്തോഷത്തിലാണ് 7 കിങ്സിന്റെ വരവറിഞ്ഞതോടെ. അതുമാത്രമല്ല, അവരെക്കുറിച്ച് പറയാൻ അവൾക്ക് അത്രമേൽ ഉന്മേഷവും സന്തോഷവും അതിലുപരി അഭിമാനവുമാണ്. സക്സസ് എന്ന ടൈറ്റിലിന് ഏറ്റവും അർഹമായിട്ടുള്ളത് ആ 7 ചെറുപ്പക്കാരാണെന്ന് കിയാരയുടെ വാദം. ആരോഹി കിയാരയുടെ സന്തോഷം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ BTSനെ കുറിച്ച് അറിയുന്നതിലൂടെ അവളുടെ മുഖത്തിൽ വരുന്ന എന്തെന്നറിയാത്ത പല വികാരങ്ങളും മാറി മറിയുന്നത് നമ്മുടെ കിയാരയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്ലേലും ശരിയായ രീതിയിൽ അവരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ എത്ര അവരെ വെറുക്കുന്നവരാണേലും, അത് ഏത് പ്രായത്തിലുള്ളവരുമാണേലും ആയിക്കോട്ടെ, അടുത്ത് കിട്ടുവാണെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ തോന്നിപ്പോവും ആ വിലമതിക്കാനാവാത്ത രത്നങ്ങളെ. ശരിക്കും ഇതേ സമയം മുംബൈ എയർപോർട്ടിൽ നമ്മുടെ മുത്തുമണികൾ ലാൻഡ് ചെയ്യുന്നു. താങ്ക് യു ആർമീസ് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഇനിയും നിങ്ങൾ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. വൺസ് അഗെയിൻ താങ്ക് യു. ലവ് യു ആർമീസ്.